ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി തീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമുഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഓം. ഹരി ഓം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 74 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദശമസ്കന്ധം 74 യുധിഷ്ഠിരന്റെ രാജസൂയ പൂർത്തി. ഈ അധ്യായത്തിൽ തന്നെയാണ് രാജസൂയത്തിൻ്റെ ഭാഗമായി 13-ാം ദിവസം, രാജസൂയയാഗം ആരംഭിച്ച് 13-ാം ദിവസം ചെയ്യുന്ന ഒരു കർമ്മം, സൗത്യകർമ്മം എന്നുള്ളതായിട്ടുള്ള കർമ്മത്തിൽ ഭഗവാന്റെ പാദം കഴുകി പൂജ ചെയ്ത് ഭഗവാനെ ആരാധിക്കുന്ന, എന്നുവെച്ചാൽ സഭയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയെ ആരാധിക്കാനാണ് ഈ യാഗത്തിൻ്റെ വിധി. അങ്ങനെ ആ സഭയിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ളതായിട്ടുള്ള വിചാരം ആരംഭിച്ചു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു, ചിലരൊന്നും മിണ്ടാതിരുന്നു. എന്നാൽ പാണ്ഡവന്മാരിൽ ഏറ്റവും ഇളയവനായ അതിവിവേകിയായ സഹദേവനാണ് അച്യുതനുള്ളപ്പോൾ വേറെ ആരെ നമ്മൾ പൂജിക്കേണ്ടത്? അച്യുതനെ പൂജിച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പൂജിച്ച ഫലമാണ്. സകലരും പ്രീതരായിത്തീരും. അച്യുതൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാവരും. ആരൊക്കെ കേമന്മാരിവിടെ ഉണ്ടോ അവരൊക്കെ അച്യുതൻ്റെ അംശങ്ങൾ തന്നെയാണ്. എങ്ങനെയാണോ ആനയുടെ കാലിൽ മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ കാല് അടങ്ങുന്നത്, എന്നുവെച്ചാൽ ആന കാല് വെച്ച അടയാളം ഏറ്റവും വലിയ കാലടയാളമാണ് അല്ലേ? ഒരു ചതുപ്പ് നിലത്തിലൊക്കെ ആന കാല് വെച്ചാൽ അവിടെ അടയാളം പതിഞ്ഞു കിട്ടും. അതിൻ്റെ ഉള്ളിൽ പെടുന്നതേ ഉള്ളൂ ഈ ലോകത്തിലുള്ള സകല ജീവരാശികളുടെയും കാലുകൾ. അതുപോലെ വൃക്ഷത്തിൻ്റെ മൂലത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശാഖകൾക്കൊക്കെ വെള്ളമൊഴിച്ചതുപോലെയായി. ശാഖകൾക്കൊക്കെ അതിൻ്റെ പ്രയോജനം കിട്ടും. ആ വൃക്ഷത്തിലുള്ള സകല ഇലകൾക്കും തളിരുകൾക്കും പൂക്കൾക്കും കായ്കൾക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിനും വെള്ളം കിട്ടും വൃക്ഷത്തിൻ്റെ മൂലത്തിൽ വെള്ളമൊഴിച്ചാൽ. ഇതുപോലെയാണ് ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സകലർക്കുള്ള പൂജയായി എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ പൂജിക്കണം. ഞാൻ ഈ വിശ്വത്തെ പൂജിക്കുകയാണ്, വിശ്വത്തിലുള്ള സകലരും എൻ്റെ നേരെ പ്രസാദിക്കണം, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ള ഭാവനയോടെ വേണം ഭഗവാനെ പൂജിക്കാൻ. വിശ്വനാഥൻ്റെ പൂജ കൊണ്ട് വിശ്വം പ്രസാദിക്കട്ടെ. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. നമുക്ക് വായിക്കാം, വായിച്ചിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ.
അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുസ്സപ്തതിതമോऽധ്യായः. ശ്രീശുക ഉവാച ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവധം വിഭോः കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതസ്തമബ്രവീത്. യുധിഷ്ഠിര ഉവാച യേ സ്യുസ്ത്രൈലോക്യഗുരവഃ സർവേ ലോകമഹേശ്വരാः വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. സ ഭവാൻ അരവിന്ദാക്ഷോ ദീനാനാമീശമാനിനാം ധത്തേനുശാസനം ഭൂമൻ തദത്യന്തവിഡംബനം. ന ഹ്യേകസ്യാദ്വിതീയസ്യ ബ്രഹ്മണഃ പരമാത്മനഃ കർമ്മഭിർവർദ്ധതേ തേജോ ഹ്രസതേ ച യദാ രവേഃ. ന വൈ തേ അജിതഭക്താനാം മമാഹമിതി മാധവ ത്വം തവേദി ച നാനാദീഃ പശൂനാമിവ വൈകൃതാ. ശ്രീശുക ഉവാച ഇത്യുക്ത്വാ യജ്ഞേ കാലേ വവ്രേ യുക്താൻ സഋത്വിജഃ കൃഷ്ണാനുമോദിതഃ പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ. ദ്വൈപായനോ ഭരദ്വാജഃ സുമന്തുർഗൗതമോസിതഃ വസിഷ്ഠശ്ച വനക്കണ്ണോ മൈത്രേയഃ കവശസ്ഥിതഃ. വിശ്വാമിത്രോ വാമദേവഃ സുമതിർജൈമിനിക്രതുഃ പൈലഃ പരാശരോ ഗർഗോ വൈശമ്പായന ഏവ ച. അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരിഃ വീതിഹോത്രോ മധുച്ഛന്ദാ വീരസേനോ കൃതവ്രണഃ. ഉപഹൂതാസ്തദാ ചാന്യേ ദ്രോണഭീഷ്മകൃപാദയഃ ധൃതരാഷ്ട്രഃ സഹസുതോ വിദുരശ്ച മഹാമതിഃ. ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാഃ ശൂദ്രാ യജ്ഞദിദൃക്ഷവഃ തത്രേയുഃ സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപ. തതസ്തേ ദേവയജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈഃ കൃഷ്ട്വാ തത്ര യഥാമനായം ഭിക്ഷയാഞ്ചക്രിരേ നൃപം. ഹൈമാ കിലോപകരണാ വരുണസ്യ യഥാ പുരാ ഇന്ദ്രാദയോ ലോകപാലാ വിരിഞ്ച ഭവസംയുതാഃ. സഗണാ സിദ്ധഗന്ധർവാഃ വിദ്യാധരമഹോരഗാഃ മുനയോ യക്ഷരക്ഷാംസി ഖഗ കിന്നരചാരണാഃ. രാജാനശ്ച സമാഹൂതാ രാജപത്ന്യശ്ച സർവശഃ രാജസൂയം സമീയുസ്മ രാജ്ഞഃ പാണ്ഡുസുതസ്യ വൈ. മേനിരേ കൃഷ്ണഭക്തസ്യ സൂപപന്നം അവിസ്മിതാഃ അയാചയൻ മഹാരാജം യാചകാദേവവർച്ചസഃ. രാജസൂയേന വിധിവത് പ്രാജേതസം ഇവാമരാഃ സൗത്യേ അഹന്യവനീപാലോ യാചകാൻ സദസസ്പദീൻ അപൂജയൻ മഹാഭാഗാൻ യഥാവത് സുസമാഹിതഃ. സദസ്യാഗ്ര്യാർഹണാർഹം വൈ വിമൃശന്തഃ സഭാസദഃ നാദ്യഗച്ഛൻ അനൈകാന്ത്യാത് സഹദേവസ്തദാബ്രവീത്. അർഹതി ഹ്യച്യുതശ്രൈഷ്ഠ്യം ഭഗവാൻ സാത്വതാം പതിഃ യേശ വൈ ദേവതാ സർവാ ദേശകാലധനാദയഃ. യദാത്മകമിദം വിശ്വം ക്രതവശ്ച യദാത്മകാഃ അഗ്നിരാഹൂദയോ മന്ത്രാഃ സാഖ്യം യോഗശ്ച യത്പരഃ. ഏക ഏവാദ്വിതീയോ അസൗ ഐതദാത്മ്യമിതം ജഗത് ആത്മനാത്മാശ്രയസ്രഭ്യാഃ സൃജത്യവതിഹന്ത്യജഃ. വിവിധാനീഹ കർമാണി ജനയൻ യദവേക്ഷയാ ഈഹതേ യദയം സർവഃ ശ്രേയോ ധർമാദിലക്ഷണം. തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം. ഏവം ചേത് സർവഭൂതാനാം ആത്മനശ്ചാർഹണം ഭവേത്. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യാനന്ദ്യമിച്ഛത. ഇത്യുക്ത്വാ സഹദേവോഭൂത് തൂഷ്ണീം കൃഷ്ണാനുഭാവവിത്. തത്ശ്രുത്വാ തുഷ്ടുഃ സർവേ സാധു സാധ്വിതി സത്തമാഃ. ശ്രുത്വാ ദ്വിജേരിദം രാജാ ജ്ഞാത്വാ ഹാർദം സമാസദാം
സമർഹയദൃഷീകേശം പ്രീതഃ പ്രണയവിഹ്വലഃ തത്പാദൗ അവനിജ്യാപഃ ശിരസാ ലോകപാവനീഃ സഭാര്യഃ സാനുജാമാത്യഃ സ്വകുടുംബോ വഹൻ മുദാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാസോഭിപ്പിതകൗശേയൈർഭൂഷണൈശ്ച മഹാദനൈഃ അർഹയിത്വാ ശ്രുപൂർണാക്ഷോ നാസകത്സമവേക്ഷിതും. ഇത്തം സഭാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാഃ നമോ ജയേതി നേമുസ്ത്വം നിപേതുഃ പുഷ്പവൃഷ്ടയഃ. ഇത്തം നിശമ്യതമഘോഷസുതസ്വപീഡാദുത്ഥായ കൃഷ്ണഗുണവർണ്ണനജാതമന്യുഃ ഉക്ഷിപ്യ ബാഹും ഇദമാഹ സദസ്യമർഷി സംശ്രാവയൻ ഭഗവതേ പരുഷാണ്യഭീദഃ. ഈശോ ദുരത്യയക്കാലഃ ഇതി സത്യവതി ശ്രുതിഃ വൃദ്ധാനാമപി യദ്ബുദ്ധിഃ ബാലവാക്യൈർവിവിദ്യതേ. യൂയം പാത്രവിദാം ശ്രേഷ്ഠ മാമന്ധ്വം ബാലഭാഷിതം സദസസ്പദയഃ സർവേ കൃഷ്ണോ യത്സമ്മതോർഹണേ. തപോ വിദ്യാവ്രതധരാൻ ജ്ഞാനവിദ്വസ്തകൽമഷാൻ പരമർഷീൻ ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ സദസസ്പദീനതിക്രമ്യ ഗോപാലകുലപാംസനഃ യഥാ കാകപുരോഡാശം സപര്യാം കഥമർഹതി. വർണ്ണാശ്രമകുലാഭേദഃ സർവധർമ്മബഹിഷ്കൃതഃ സ്വൈരവർത്തി ഗുണൈർഹീനഃ സപര്യാം കഥമർഹതി. യയാദിനാ യേഷാം ഹി കുലം ശബ്ദം സദ്ഭിർബഹിഷ്കൃതം വൃഥാവാനരതം ശശ്വത് സപര്യാം കഥമർഹതി. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ അബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യ വഃ പ്രജാഃ. ഏവമാദീന്യഭദ്രാണി ബഭാഷേ നഷ്ടമംഗളഃ നോവാച കിഞ്ചിത് ഭഗവാൻ യദാ സിംഹഃ ശിവാരുദം. ഭഗവന്നിന്ദനം ശ്രുത്വാ ദുസ്സഹം തത്സഭാസദഃ കർണൗ പിധായ നിർജഗ്മുഃ ശപന്തശ്ചേദിവം രുഷാ. നിന്ദാം ഭഗവതഃ ശൃണ്വൻ തൽപരസ്യ ജനസ്യ വാ തതോ നാപൈതി യസ്സോപി യാത്യതഃ സുഹൃതാച്യുതഃ. തതഃ പാണ്ഡുസുതാ ക്രുദ്ധാഃ മത്സ്യകൈകയ സഞ്ജയാഃ ഉദായുധാ സമുത്തസ്തുഃ ശിശുപാലജിഘാംസവഃ. തതശ്ചൈദ്യസ്ത്വസംഭ്രാന്തോ ജഗൃഹേ ഖഡ്ഗചർമ്മണി ഭത്സയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞഃ സദസി ഭാരത. താവദുത്തായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാ ശിരക്ഷുരാന്തചക്രേണ ജഹാര ആപതതോ രിപോഃ. ശബ്ദകോലാഹലോപ്യാസീത് ശിശുപാലേ ഹതേ മഹാൻ തസ്യാനുയായിനോ ഭൂപാദുദ്രുവുർജീവിതൈഷിണഃ. ചൈദ്യദേഹോത്തിദം ജ്യോതിഃ വാസുദേവമുപാവിശത് പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവി ഖാച്യുതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാ ധിയാ ധ്യായൻ തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം. ഋത്വിഗ്ഭ്യഃ സദസ്യേഭ്യോ ദക്ഷിണാം വിപുലാമദാത്. സർവാൻ സംപൂജ്യ വിധിവത് ചക്രേ അവഭൃതമേകരാട്. സാധയിത്വാ ക്രതും രാജ്ഞഃ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ ഉവാസ കതിചിന്മാസാൻ സുഹൃദ്ഭിർ അഭിയാജിതഃ.
തതോനുജ്ഞാപ്യ രാജാനം അനിച്ഛന്തമപീശ്വരഃ യയൗ സഭാര്യ സമാത്യഃ സ്വപുരം ദേവകീസുതഃ വർണ്ണിതം തദുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാത് പുനഃ പുനഃ രാജസൂയാവഭൃത്യേന സ്നാതോ രാജാ യുധിഷ്ഠിരഃ ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശുശുഭേ സുരരാടിവ രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഖേജരാഃ കൃഷ്ണം ക്രതും ച ശംസന്തഃ സ്വധാമാനിയയുർമുദ ദുര്യോധനം മൃതേ പാപം കലിം കുരുകുലാമയം യോ നസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യ താം യയിദം കീർത്തയേത് വിഷ്ണോഃ കർമ്മ ചൈദ്യവദാധികം രാജമോക്ഷം വിതാനം ച സർവപാപൈഃ പ്രമുച്യതേ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധോ നാമ ചതുസ്സപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഭഗവാൻ ദ്വാരകയിൽ നിന്ന് പരിവാര സമേതം വന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ച് യുധിഷ്ഠിരൻ്റെ രാജസൂയയാഗം നടത്തിക്കൊടുക്കുന്നതായിട്ടുള്ള കഥകളാണ് 71, 72, 73, 74 അധ്യായങ്ങളിലൊക്കെ വർണ്ണിച്ചിരിക്കും. പ്രത്യേകിച്ച് 72, 73, 74. അപ്പം അതിൽ നമ്മൾ ദിഗ്വിജയവും ജരാസന്ധവധവും ജരാസന്ധൻ്റെ കാരാഗൃഹത്തിൽ കിടന്നിരുന്ന 20,800 രാജാക്കന്മാരെ ഭഗവാൻ മോചിപ്പിച്ചതും അവരുടെ അതിഗംഭീരമായ ഭഗവത് സ്തുതിയും പ്രാർത്ഥനയും അതിനുശേഷം ഭഗവാൻ അവർക്ക് കൊടുത്ത ഉപദേശവും അതനുസരിച്ച് അവരെയെല്ലാം രാജകീയമായി തന്നെ അവരവരുടെ ദേശത്തേക്ക് തിരിച്ചയച്ച് അവരെല്ലാം അവരുടെ നാടുകളിൽ ചെന്ന് ഭഗവാന്റെ മഹിമയെ എല്ലാവരോടും വർണ്ണിച്ചതും എല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു. അതിനുശേഷം വിജയശ്രീ ലാളിതരായ ഭീമസേനനും അർജുനനും ഭഗവാനും ശംഖം മുഴക്കിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ദ്രപ്രസ്ഥവാസികളെല്ലാവരും സന്തോഷിച്ചു. പ്രത്യേകിച്ച് യുധിഷ്ഠിരൻ ആനന്ദ നിർവൃതി പ്രാപിച്ചു. ജരാസന്ധൻ മരിച്ചത് കേട്ടതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കൃതകൃത്യത ഉണ്ടായി. താൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അഥവാ താൻ ആരംഭിച്ച തൻ്റെ മനോരഥം, തൻ്റെ സങ്കല്പം, രാജസൂയ യാഗം, അതിന് ഇനിയൊരു തടസ്സവും ഉണ്ടാവില്ല, അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കും എന്നുള്ളതായിട്ടുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം നല്ലതുപോലെ ആശ്വസിച്ചു, സന്തോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യമാണ്, കേശവന്റെ അനുകമ്പയാണിത് എന്ന് മനസ്സിലാക്കി ഒന്നും പറയാനില്ല, കണ്ണുകൾ നിറഞ്ഞ് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അതാണ് പ്രേമണ നോവാച കിഞ്ചന കിഞ്ചന ന ഉവാച. ഒന്നും തന്നെ അദ്ദേഹം പ്രേമാധിക്യം കൊണ്ട് പറയാൻ ശക്തനായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആരംഭം കാണുന്നത്. യുധിഷ്ഠിരൻ കുറച്ച് സമയമെടുത്തു റിക്കവർ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം.
തനിക്കുണ്ടായിട്ടുള്ള ആ ഒരു ആനന്ദ അതിരേകം അദ്ദേഹത്തെ നിശബ്ദനാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം തൻ്റെ ധൈര്യം വീണ്ടെടുത്ത് ഭഗവാനെ പ്രശംസിക്കുന്ന വാക്കുകളോട് കൂടിയിട്ടാണ്, അല്ലെ ഭഗവാനോട് കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന വാക്കുകളോട് കൂടിയിട്ടാണ് 74-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിനുശേഷം ആ രാജസൂയയാഗം നടത്തുന്നതും അതിൽ ഭഗവാനെ അഗ്രാസനത്തിലിരുത്തി പൂജിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു. അതിനുശേഷം ശിശുപാലൻ ഭഗവാനെ ദ്വേഷിക്കുന്നതും ഭഗവാൻ ശിശുപാലനെ വധിക്കുന്നതും ശിശുപാലന് ഗതി കൊടുക്കുന്നതും, അഥവാ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ജ്യോതിസ് ഭഗവത് ശരീരത്തെ പ്രാപിച്ച് വിലയം പ്രാപിക്കുന്നത് എല്ലാവരും കണ്ടു. അതുപോലെ ഭഗവാന്റെ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ രാജസൂയം എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടു. അതിനുശേഷം ഭഗവാൻ പാണ്ഡവന്മാർക്ക് ഭഗവാനെ പറഞ്ഞയക്കാൻ മനസ്സില്ലെങ്കിൽ പോലും ഭഗവാൻ തൻ്റെ കാര്യം കഴിഞ്ഞതോടുകൂടി ദ്വാരകയിലേക്ക് മടങ്ങി എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം പൂർത്തീകരിച്ചത്, വായിച്ചത്. നമുക്കതിനെ വിശദമായി കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുസപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവധം വിഭോഃ കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതഃ തമബ്രവീത്. ശ്രീശുക ഉവാച ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവധം വിഭോഃ കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതസ്തമബ്രവീത്. ശുകബ്രഹ്മർഷി തുടരുകയാണ്. ഏവം, ഇപ്രകാരം, എപ്രകാരം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പ്രകാരം ജരാസന്ധ വധം, അതാണ് ഏവം രാജാ യുധിഷ്ഠിര. ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായിരിക്കുന്ന യുധിഷ്ഠിരൻ വിഭോഹോ കൃഷ്ണസ്യ തം അനുഭാവം ജരാസന്ധവധം ച ശ്രുത്വാ പ്രീതഃ തമബ്രവീത്. വിഭോഹോ കൃഷ്ണസ്യ, കൃഷ്ണനെ വിശേഷിപ്പിച്ചതാണ് വിഭോഹോ എന്നുള്ളത്. വിഭുവിന്റെ ഷഷ്ടി ആണ് വിഭോഹോ. കൃഷ്ണസ്യ എന്നുള്ളത് ഷഷ്ടി ആയതുകൊണ്ട് അതിന്റെ വിശേഷണമായി വിഭോഹോ കൃഷ്ണസ്യ. എന്തിനും ശക്തനാണ് ഭഗവാൻ എന്നർത്ഥം. വിഭു എന്ന് പറഞ്ഞാൽ വിശേഷേണ എന്തുമായി ഭവിക്കാനും എന്തിനേയും ഭവിപ്പിക്കാനും സാമർഥ്യമുള്ളവൻ, ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനും ശക്തിയുള്ളവൻ, എല്ലാറ്റിനെയും അനുഗ്രഹിക്കാൻ പോന്നവൻ. അപ്പം അങ്ങനെയുള്ള വിഭുവായ സർവശക്തനായ കൃഷ്ണന്റെ അനുഭാവം, തം അനുഭാവം. ഇവിടെ അനുഭാവം എന്നാൽ മാഹാത്മ്യം, ഭഗവാന്റെ മാഹാത്മ്യം തന്നെയാണ് ഈ ജരാസന്ധ വധത്തിന്റെ പുറകിലും. അത് മനസ്സിലാക്കിയ ആള് യുധിഷ്ഠിരൻ. അപ്പൊ തം അനുഭാവം ജരാസന്ധവധം ശ്രുത്വാ, ആ ജരാസന്ധവധം എന്ന കാര്യം കേട്ടിട്ട് പ്രീതഃ, അത്യന്തം പ്രീതനായിട്ട് സന്തുഷ്ടനായിട്ട് തം അബ്രവീത്. തം എന്ന് പറഞ്ഞാൽ ഇവിടെ അവനോട്, ആരോട്? കൃഷ്ണനോട്. തം കൃഷ്ണം അബ്രവീത്, കൃഷ്ണനോടായിക്കൊണ്ട് തൻ്റെ കൃതജ്ഞത ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. യസ്യുസ്ത്രൈലോക്യഗുരവഃ സർവേ ലോകമഹേശ്വരാഃ വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. യുധിഷ്ഠിര ഉവാച യേസ്യുസ്ത്രൈലോക്യഗുരവഃ സർവേ ലോകമഹേശ്വരാഃ വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. ഭഗവാനെ പ്രശംസിക്കാൻ അഥവാ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ്. ഏ ത്രൈലോക്യഗുരവഃ
ലോകമഹേശ്വരാः സർവേ ദുർലഭം അനുശാസനം ലബ്ധ്വാ ശിരസാ ഏവ വഹന്തി. അപ്പൊ യാവരാണോ ത്രൈലോക്യ ഗുരവഃ ലോകമഹേശ്വരാः സ്യുഹു. ഇവിടെ സ്യുഹു എന്ന് പറഞ്ഞാൽ ഭവിക്കുക എന്നുള്ളതിൻ്റെ ബഹുവചനം. ഭവിക്കുന്നുവോ. ആരെല്ലാമാണ് മൂന്ന് ലോകങ്ങളിലും മഹാത്മാക്കൾ ഗുരുക്കന്മാരായി ഏറ്റവും വലിയവരായി ഭവിക്കുന്നവർ, ലോകമഹേശ്വരന്മാരായി ഭവിക്കുന്നവർ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, മഹാദേവൻ, ഇന്ദ്രൻ മുതലായവരൊക്കെ ത്രൈലോക്യ ഗുരുക്കളാണ്. മൂന്ന് ലോകത്തിലും വലിയവർ എന്നർത്ഥമാണ് ത്രൈലോക്യ ഗുരവഃ. മൂന്ന് ലോകത്തിലും വലിയവരായിരിക്കുന്നവരും ലോകമഹേശ്വരാഹ, ഈ ലോകത്തെ ഭരിക്കുന്നവരുമാണവർ. മഹാത്മാക്കളാണ്, ഈശ്വരന്മാരാണ്. മഹാൻച അസൗ ഈശ്വരഃ ഇതി മഹേശ്വരാഹ. മഹേശ്വരഃ ഇവരൊക്കെ മഹേശ്വരന്മാരുമാണ്. അങ്ങനെ ആരൊക്കെ ഉണ്ടോ യേ സ്യുഹു സർവേ, എല്ലാവരും തന്നെ ദുർലഭം അനുശാസനം ലബ്ധ്വാ ശിരസാ ഏവ വഹന്തി. ഈ ഭഗവാന്റെ ദുർലഭമായ, ലഭിക്കാൻ പ്രയാസമായ അനുശാസനത്തെ, ആജ്ഞയെ എന്ന് പറഞ്ഞാലോ, ഭഗവാനിൽ നിന്ന് നേരിട്ട് അനുശാസനം ലഭിക്കുക എന്നുള്ളത് വളരെ ഉയർന്ന തലത്തിലെത്തിയവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നർത്ഥം. നമ്മളോടൊന്നും വന്ന് ഭഗവാൻ നേരിൽ വന്ന് അനുശാസനം ചെയ്യാറില്ല. ഉണ്ടോ? ഇല്ല. ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ എല്ലാ പ്രജകളോടും പോയിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ, ധർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞ് ചെവിയിൽ ചെന്ന് പറയേണ്ട ആവശ്യമില്ല, പറയാറില്ല. രാജാവ് തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മന്ത്രിമാരോടും സേനാനായകന്മാരോടും ഓരോ വകുപ്പ് അധ്യക്ഷന്മാരോടും മാത്രമാണ്, അതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്, ആ പ്രകൃതികളോടാണ് തൻ്റെ ആജ്ഞ പുറപ്പെടുവിക്കുക. അവര് വേണം മറ്റുള്ളവരോട്, താഴെയുള്ളവരോട് പ്രോപ്പർ ചാനൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിക്കൊണ്ട്. അതുപോലെ ഭഗവാന്റെ നിർദ്ദേശം നേരിട്ട് കിട്ടാൻ ഭാഗ്യം ചെയ്തവരാണ് ബ്രഹ്മാവും മഹാദേവനും ഇന്ദ്രനും മുതലായവരൊക്കെ. അവിടെ എത്തണമെങ്കിൽ വളരെ പുണ്യം ചെയ്യണം. അതുകൊണ്ടാണ് ദുർലഭം എന്ന് പറഞ്ഞത്. വളരെ പ്രയാസത്തോടുകൂടി മാത്രം ആ പദവിയിലെത്തുകയും ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാനെ സേവിക്കാൻ കഴിയുകയും ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുന്നതാണ് ഭഗവാന്റെ അനുശാസനം. അങ്ങനെയുള്ള ലബ്ധ്വാ ശിരസായേവ വഹന്തി, അവരതൊക്കെ ശിരസാ വഹിക്കുന്നു. ആരും ഭഗവാന്റെ ആജ്ഞയെ തിരസ്കരിക്കാറില്ല, ആർക്കും അതിനുള്ള ധൈര്യവും ഇല്ല. അത് തന്നെയാണ് വേദത്തിൽ പറഞ്ഞ ഭീഷാസ്മാദ്വാദഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി. കപിലോപദേശത്തിൽ കപിലനും പറഞ്ഞു അമ്മയോട്, അല്ലേ, യദ്ഭയാദ് വാദിവാതോയം സൂര്യസ്തപതി യദ്ഭയാദ് യദ്ഭയാദ് തപത്യഗ്നിഃ ഇന്ദ്രസ്തപതി യദ്ഭയാദ്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇന്ദ്രൻ ആരെ ഭയന്ന് മഴ പെയ്യിക്കുന്നുവോ, അഗ്നി ആരെ ഭയന്ന് ദഹിപ്പിക്കുന്ന ശക്തിയോടുകൂടിയിരിക്കുന്നുവോ, ആ ദഹന പ്രക്രിയകൾ ചെയ്യുന്നുവോ, വായു ആരെ ഭയന്ന് വീശുന്നുവോ, സൂര്യൻ ആരെ ഭയന്ന് ഉദിക്കുന്നുവോ. അപ്പോ അത് തന്നെയാണ് ഇവിടെ ലോകമഹേശ്വരന്മാരായിട്ടുള്ളവരൊക്കെ തന്നെ സർവേ ദുർലഭം അനുശാസനം ലബ്ധ്വാ, ഭഗവാനിൽ നിന്നുള്ള അനുശാസനം. പലപ്പോഴും ഭഗവാൻ വാക്കുകളെ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല, ഒന്ന് പുരികം ചുളിച്ചാൽ മതി, ഒന്ന് കണ്ണ് നോക്കിയാൽ മതി, അവരുടെ നേരെ അവർക്ക് മനസ്സിലാവും കാര്യം. എന്താ നിങ്ങളുടെ പണി അറിയില്ലേ, നിങ്ങൾക്ക് ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി എന്താണ്, അതങ്ങൾ ചെയ്യൂ എന്ന മട്ടിൽ ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറയാം. അപ്പൊ അനുശാസനം എന്നുള്ളത് ദുർലഭം തന്നെയാണ്. അങ്ങനെയുള്ള അനുശാസനം ലബ്ധ്വാ ശിരസായേവ വഹന്തി, അവർ ശിരസ് കൊണ്ട് തന്നെ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനെ നടപ്പാക്കുന്നു. ഭഗവാന്റെ കിങ്കരന്മാരായി പ്രവർത്തിക്കുന്നു ഈ മഹേശ്വരന്മാരെല്ലാവരും. അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ കിങ്കരനായി പ്രവർത്തിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ യുധിഷ്ഠിരന്റെ ആശ്ചര്യം.
ബ്രഹ്മാദി ദേവന്മാരെല്ലാം ആരുടെ കൈങ്കര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, ആരുടെ ആജ്ഞയെ കാത്തുകിടക്കുന്നുവോ, ആരുടെ ആജ്ഞയെ ശിരസാവഹിക്കുന്നുവോ, ആ ഭഗവാൻ ഇവിടെ ഈ അല്പനായ എൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കൈങ്കര്യം ചെയ്യുന്നു എന്ന് തുടർന്ന് പറയണം. സഭവാൻ അരവിന്ദാക്ഷോ ദീനാനാം ഈശമാനിനാം ദത്തേനുശാസനം ഭൂമൻ തദത്യന്ത വിഡംബനം. സഭവാൻ അരവിന്ദാക്ഷോ ദീനാനാം ഈശമാനിനാം ദത്തേനുശാസനം ഭൂമൻ തദത്യന്ത വിഡംബനം. ഹേ അരവിന്ദാക്ഷ, താമരക്കണ്ണ, സഹ ഭവാൻ, അങ്ങനെയുള്ള അങ്ങ് ആരെ ഭയന്ന് ബ്രഹ്മാദി ദേവന്മാരെല്ലാം അവരുടെ കർത്തവ്യങ്ങളെ നിർവഹിക്കുന്നുവോ, അങ്ങനെയുള്ള അവരുടെയൊക്കെ അധീശനായ അങ്ങ് സ ഭവാൻ ദീനാനാം ഈശമാനിനാം അനുശാസനം ദത്തേ. ഞങ്ങളെ പോലെ ദീനന്മാരായിട്ടുള്ളവർ, പരവശന്മാരായിട്ടുള്ളവർ, അല്പന്മാരായിട്ടുള്ളവർ, ഒരു കാര്യവും സ്വതന്ത്രമായി ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല, അന്യരെ ആശ്രയിക്കണം. ആ അന്യാശ്രയത്വമാണ് ദൈന്യം. അതുകൊണ്ട് ദീനൻ എന്ന് സ്വയം പറയണം. ഇപ്പൊ കാര്യസാധ്യത്തിന് ആരെയൊക്കെ കാല് പിടിച്ചു, അനുജന്മാര് 4 പേര് സഹായം വേണ്ടി വന്നു, ഭഗവാൻ വേണ്ടി വന്നു. അല്ലാതെ ഒറ്റയ്ക്ക് യുധിഷ്ഠിരനതൊക്കെ ചെയ്യാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറയാണ്, ദീനനായിട്ടുള്ളവനും. എന്നാൽ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ഒട്ടും കുറവില്ല. ഈശമാനിനാം, ഞാനാണ് എല്ലാറ്റിൻ്റെയും ഈശൻ, ഞാനാണ് രാജസൂയാഗം ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ്. ഇവരൊക്കെ എൻ്റെ ആജ്ഞാനുവർത്തികളാണ്, കിങ്കരന്മാരാണ് എന്നൊക്കെയുള്ള ഭാവത്തിൽ ഈശമാനിയായിട്ടുള്ള ഈ എൻ്റെ അനുശാസനം ദത്തേ, എൻ്റെ അനുശാസനത്തെ ധരിക്കുന്നു, സ്വീകരിക്കുന്നു, നടപ്പിലാക്കുന്നു. ഹേ ഭൂമൻ, അല്ലയോ വലിയവനെ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനെ, തദത്യന്ത വിഡംബനം, അങ്ങയുടെ ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രവൃത്തി അത് അങ്ങയുടെ ഒരു വല്ലാത്തൊരു വേഷം കെട്ട് തന്നെയാണ്, ഒരു അനുകരണമാണ്, ഒരു നാട്യമാണ്. ഈ മനുഷ്യാവതാരമെടുത്ത് മനുഷ്യലോകത്തിൽ വന്ന് അങ്ങ് ചെയ്യുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ലീലയാണിത്. അങ്ങേക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല, എന്നിട്ടും ഈ വേഷം കെട്ടുന്നു സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അല്ലേ, സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങ് എൻ്റെ മാതുലേയനാണ്, ഞാൻ അങ്ങയുടെ എന്താ പറയുക പിതൃ സ്വസായുടെ പുത്രനാണ്, പ്രായം കൊണ്ട് ജ്യേഷ്ഠനാണ്. അപ്പൊ ജ്യേഷ്ഠനെ എങ്ങനെ അനുജന്മാർ അനുസരിക്കണം, ബന്ധുക്കളെ എങ്ങനെ ബന്ധുക്കൾ സഹായിക്കണം, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങയുടെ ഈ വേഷം കെട്ട്. അതുമാത്രമല്ല, അങ്ങ് എന്നിലൂടെ ഈ ലോകത്തിലെ ധർമ്മത്തെ നടപ്പിലാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോ ധർമ്മ സംസ്ഥാപനത്തിനായി കൊണ്ടുള്ള അങ്ങയുടെ വേഷം കെട്ടലുകളാണ് ഇതെല്ലാം. അത്യന്ത വിഡംബനം എന്ന് ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ അറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് ഇതിന്റെ ആവശ്യമില്ല, എന്നിട്ടും അങ്ങ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു, നടിക്കുന്നു ലോകത്തിന് വേണ്ടിയിട്ട്, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട്. സഭവാൻ അരവിന്ദാക്ഷോ ദീനാനാമീശമാനിനാം ദത്തേ അനുശാസനം ഭൂമൻ തദത്യന്ത വിഡംബനം. നഹ്യേകസ്യാദ്വിതീയസ്യ ബ്രഹ്മണഃ പരമാത്മനഃ കർമ്മഭിർവർദ്ധതേ തേജോ ഹ്രസതേ ച യദാ രവേഃ. നഹി ഏകസ്യ അദ്വിതീയസ്യ ബ്രഹ്മണഃ പരമാത്മനഃ കർമ്മഭിർവർദ്ധതേ തേജോ ഹ്രസതേ ച യദാ രവേഃ. വാസ്തവത്തിൽ അങ്ങേക്ക് ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. അതാണ് ഏകസ്യ അദ്വിതീയസ്യ ബ്രഹ്മണഃ പരമാത്മനഃ തവ. അങ്ങാരാണ്? ഏകനാണ്. ഏകൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല, രണ്ടാമതൊരു വസ്തു ഇല്ല. അങ്ങേക്ക് അത് നല്ല ബോധ്യവുമുണ്ട്. അദ്വിതീയൻ, അല്ലേ, അങ്ങയിൽ നിന്ന് രണ്ടാമതൊന്നില്ലാത്ത അദ്വൈത ബോധത്തോടു കൂടിയിരിക്കുന്നവനാണ് അങ്ങ്.
അങ്ങനെയുള്ള അങ്ങേക്ക് കർമ്മങ്ങളുണ്ടോ? രണ്ടുണ്ടെങ്കിലല്ലേ കർമ്മമുള്ളൂ. എല്ലാം താൻ മാത്രമായിരിക്കെ, തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലാതിരിക്കെ ഭഗവാൻ ഇവിടെ ഒന്നും പ്രാപിക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ സംസ്കരിക്കാനോ ഒന്നുമില്ല. അതാണ് ഏകസ്യ അദ്വിതീയസ്യ നദ്വിതീയം. അങ്ങയിൽ നിന്ന് രണ്ടാമതൊരു വസ്തു ഇല്ല. അങ്ങ് ആരാണ്? ബ്രഹ്മമാണ്. ബ്രഹ്മണഃ, ബ്രഹ്മമായിരിക്കുന്ന അങ്ങയ്ക്ക് എല്ലാറ്റിനും പരമകാരണമൂർത്തിയായിരിക്കുന്ന അങ്ങയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, അങ്ങയിലാണ് എല്ലാം നിലനിൽക്കുന്നത്, അങ്ങയിലേക്കാണ് എല്ലാം വിലയം പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപനായ പരമാത്മനഃ, എല്ലാറ്റിൻ്റെയും ആത്മാവായിരിക്കുന്ന സത്യസ്വരൂപനായിരിക്കുന്ന അങ്ങേക്ക് തേജഃ കർമ്മഭിഹി ന വർദ്ധതേ. അങ്ങേക്ക് കർമ്മം കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രഭാവം, തേജസ് വർദ്ധിക്കാനില്ല. ആരെ കാണിക്കാനാണ്? അല്ലേ, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭഗവാനെ സംബന്ധിച്ച് തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ ആരെ കാണിക്കാനാണ് ഈ പൊങ്ങച്ചൊക്കെ കാണിക്കണത്? അല്ലേ, ഈ അഭിനയമൊക്കെ എന്തിന്? ആരെയും കാണിക്കാനൊന്നുമില്ല വാസ്തവത്തിൽ. അതുകൊണ്ടൊരു നേട്ടവും അല്പം പോലും മെച്ചം ഭഗവാൻ ഉണ്ടാകാനില്ല. അതാണ് തേജഃ ന വർദ്ധതേ കർമ്മഭിഹി. കർമ്മം കൊണ്ട് ഭഗവാന് തേജസ്സൊന്നും വർദ്ധിക്കാനില്ല. ഇത് തന്നെ ഭഗവാൻ ഗീതയിലും പറഞ്ഞത്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. എനിക്ക് അനവാപ്തമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല, ഞാൻ പ്രാപിക്കാത്തതായിട്ട് ഒന്നുമില്ല, ആപ്തവ്യമായിട്ട് പ്രാപിക്കേണ്ടതായിട്ടും ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് മൂന്ന് ലോകങ്ങളിലും ഒരു കർമ്മവുമില്ല, നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ല. എന്നിട്ടും ഞാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കർമ്മങ്ങളിൽ. എന്തിനു വേണ്ടു? ഈ യദിഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിതഃ മമവത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മചേദഹം ശങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമിമാ പ്രജാഃ. ഭഗവാൻ വിസ്തരിക്കുന്നുണ്ട്. താൻ ഈശ്വരൻ തന്നെയാണ്, തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഇവിടെ രണ്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എന്നിട്ടും താൻ മനുഷ്യ അവതാരമെടുത്തിരിക്കുന്നു, മനുഷ്യരൂപമെടുത്തിരിക്കുന്നു. തൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് തന്നെ പോലെയുള്ള ബോധ്യം ഇല്ല. അതുകൊണ്ട് അവർക്ക് ആ ബോധമുണ്ടാവാനായിക്കൊണ്ട് അവർ വളരണം. അതിന് അവർക്ക് ചിത്തശുദ്ധി വേണം, ചിത്തവികാസം വേണം. അതിന് അവരെ പര്യാപ്തമാക്കുന്നത് അവരുടെ കർമ്മങ്ങളാണ്. അവരവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് ഈ തത്വം അറിയാൻ യോഗ്യരായി തീരുക. അപ്പോൾ അവർക്ക് വഴികാട്ടാൻ വേണ്ടി മാതൃകയായിക്കൊണ്ട് ഭഗവാൻ വർത്തിക്കുന്നു. ഇവിടെയും ഭഗവാൻ ഏകനും അദ്വിതീയനുമാണ്, ബ്രഹ്മമാണ്, പരമാത്മാവാണ്. കർമ്മം കൊണ്ട് അല്പം പോലും ഭഗവാന്റെ തേജസ് കൂടാനില്ല. ഭഗവാന്റെ അനന്ത വൈഭവത്തിനോട് ഒന്നും ചേർക്കാനില്ല. അനന്തതയോട് എന്തെങ്കിലും ചേർത്താൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇൻഫിനിറ്റി പ്ലസ് എനിത്തിങ് ഈസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മൈനസ് എനിത്തിങ് ഈസ് ഇൻഫിനിറ്റി. അല്ലേ? അനന്തതയിൽ നിന്ന് എന്ത് കൂട്ടിയാലും കുറച്ചാലും അനന്തത തന്നെയാ ബാക്കിയുള്ളത്. അനന്തമായ സമുദ്രത്തിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളം ആരെങ്കിലും എടുത്തത് കൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തിന്റെ ലെവലൊന്നും മാറാൻ പോകുന്നില്ല. അല്പം വെള്ളം ആരെങ്കിലും കൊണ്ട് കൂട്ടിയാലും വെള്ളം കരകവിഞ്ഞൊഴുകാനും പോകുന്നില്ല. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി എന്ന് ഭഗവാൻ ഒരു ജ്ഞാനിയെക്കുറിച്ച്, സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് പറഞ്ഞു. അത് ഭഗവാന്റെ അവസ്ഥ തന്നെയാണ്. സമുദ്രം നിറഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് എത്ര ഗംഗകൾ വന്നാലും, എത്ര യമുനകൾ, എത്ര മിസോറി, മിസിസിപ്പി, നൈൽ ഒക്കെ കൂടി വന്നാലും സമുദ്രം കരകവിയുന്നില്ല. ഇവരൊന്നും വരാതിരുന്നാലും സമുദ്രം താഴ്ന്നും പോകുന്നില്ല. ഇതുപോലെ അനന്തനായ ഭഗവാന് കർമ്മം കൊണ്ട് ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും കുറയ്ക്കാനുമില്ല. അതാണ് ഹ്രസതേ ച
ന ഹ്രസതേ എന്നർത്ഥം. അല്പം പോലും ഹ്രസ്വമാവുന്നുമില്ല, ചുരുങ്ങുന്നുമില്ല ഭഗവാന്റെ തേജസ്. ഏതുപോലെ? യഥാ രവേഹ, സൂര്യൻ്റേതുപോലെ എന്ന് പറയാം. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടും അസ്തമിക്കുന്നത് കൊണ്ടും അങ്ങനെ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ലോകത്തിന് എനർജിയെ, ചൂടിനെ, വെളിച്ചത്തെയൊക്കെ വിതരണം ചെയ്യുന്നത് കൊണ്ട് സൂര്യന് എന്തെങ്കിലും കുറവുണ്ടോ? ഒട്ടും കുറവില്ല. അപ്പോൾ സൂര്യൻ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട്, അഥവാ സൂര്യന്റെ ലോക അനുഗ്രഹം കൊണ്ട് സൂര്യന് തേയ്മാനമൊന്നും സംഭവിക്കുന്നില്ല എന്നതുപോലെ ഭഗവാനും കർമ്മങ്ങളെ കൊണ്ടൊന്നും വർദ്ധിക്കാനില്ല. എന്നിട്ടും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നു. എൻ്റെ ആജ്ഞ കേൾക്കുന്ന കിങ്കരനെ പോലെ പ്രവർത്തിക്കുന്നു. നവൈതേ അജിത ഭക്താനാം മമാഹമിതി മാധവ ത്വം തവേതി ച നാനാധീഹി പശൂനാമിവ വൈകൃതാ. നവൈതേ അജിത ഭക്താനാം മമാഹമിതി മാധവ ത്വം തവേതി ച നാനാധീഹി പശൂനാമിവ വൈകൃതാ. ഹേ അജിത, ആരാലും ജയിക്കപ്പെടാത്തവനെ, അനന്തനായിരിക്കുന്നവനെ, അപ്രമേയനായിരിക്കുന്നവനെ, മാധവ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്നവനെ, ലക്ഷ്മീപതിയായിരിക്കുന്നവനെ, മായാനാഥനായിരിക്കുന്നവനെ, തേ ഭക്താനാം, അങ്ങയുടെ ഭക്തന്മാർക്ക് കൂടെ, പശൂനാമിവ മമ അഹം തവ തവ ത്വം ഇതി വൈകൃത നാനാദീഹീനാം. ഇവിടെ പശു ശബ്ദം കൊണ്ട് അറിവില്ലാത്ത മൂഢന്മാർ, വിവേകമില്ലാത്തവർ എന്നർത്ഥം. പശുതുല്യരായിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ്? മമ അഹം തവ ത്വം ഇതി, മമ എന്റേത്, അഹം ഞാൻ, തവ നിന്റേത്, ത്വം നീ. അപ്പൊ ഞാനെന്നും നീയെന്നും എന്റേതെന്നും നിന്റേതെന്നുമുള്ളതായിട്ടുള്ള നാനാദീഹി, നാനാത്വ ബുദ്ധി അങ്ങയുടെ ഭക്തന്മാർക്ക് പോലും ഇല്ല. പശുക്കൾക്കുണ്ട്. പശുക്കൾ എന്നാൽ ചിന്തിക്കാത്തവർ, മൂഢന്മാർ. പശ്യതി ഇതി പശു, കാണുന്നതിനെ സത്യമെന്ന് കരുതുന്ന വിഡ്ഢികൾ, മോഹിതർ, മൂഢന്മാർ. അപ്പോ പശുതുല്യരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് എന്ത്? ഇതെന്റേത്, ഇത് ഞാൻ, ഇതെന്റേത്, ഇത് അവൻ അല്ലെങ്കിൽ നീ, ഇത് നിന്റേത് എന്നൊക്കെയുള്ള ഭേദഭാവന ഭഗവാന്റെ ഭക്തന്മാർക്ക് ഇല്ല. തവ ഭക്താനാം മമാഹം ഇതി ധീന നാനാദീഹി ന. ഈ നാനാദി എന്താണ്? വൈകൃത. വൈകൃത എന്ന് പറഞ്ഞാൽ ഈ വികൃതിയെ സംബന്ധിച്ചത്, വികാരത്തെ സംബന്ധിച്ചത്. ഈ പ്രകൃതിയിലുള്ള എല്ലാറ്റിനും എന്തുണ്ട്? വികൃതിയുണ്ട്, വികാരമുണ്ട്, മാറ്റമുണ്ട്. ഈ മാറ്റമുള്ള ദേഹാദികളിൽ ഉള്ള നാനാത്വ ബുദ്ധി, അതാണ് വൈകൃത നാനാദീഹി. ഈ പ്രകൃതിയിൽ അഥവാ വികൃതിയിൽ ഉള്ള നാനാത്വ ബുദ്ധി. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്ക് നാനാത്വ ബുദ്ധി ഇല്ല. ഈ പശുതുല്യന്മാരായിട്ടുള്ള മൂഢജനങ്ങൾക്കാണ് നാനാത്വ ബുദ്ധി. അപ്പൊ പിന്നെ അങ്ങേക്ക് നാനാത്വ ബുദ്ധി ഉണ്ടാവോ? ഇല്ലേ ഇല്ല എന്ന് കൈമുതിക ന്യായേന അന്വയിക്കേണ്ടതാണ്. ഭഗവാൻ ഒരിക്കലും നാനാത്വ ബുദ്ധി ഇല്ല എന്നത് പറയാതെ പറഞ്ഞതാണ് ഇവിടെ. അങ്ങയുടെ ഭക്തന്മാർക്ക് പോലും നാനാത്വ ബുദ്ധി ഇല്ല. പിന്നെ അങ്ങേക്ക് നാനാത്വ ബുദ്ധി ഉണ്ടാവുമോ? അങ്ങേക്ക് എന്താ പറയുക, എന്നെ പോലെയുള്ള ആളുകളോട് എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകൻ, എൻ്റെ ജ്യേഷ്ഠൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള മമതയൊന്നും അങ്ങേക്ക് ഉണ്ടാവുമൊന്നുമില്ല. കാണുന്നവർക്ക് തോന്നും, ഓ സ്വന്തം അച്ഛൻ പെങ്ങളുടെ മകന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് ആളുകൾ പറയും ചിലപ്പോൾ. പക്ഷെ ഭഗവാൻ എന്താ ചെയ്യണത്? അന്ന് ഭൂമിയിൽ ധർമ്മം സംസ്ഥാപനം ചെയ്യാനായിക്കൊണ്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് ധർമ്മപുത്രരാണ്. അദ്ദേഹത്തെ പാകപ്പെടുത്തി എടുക്കുകയാണ്, അദ്ദേഹത്തെ യോഗ്യനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അമ്മാവന്റെ മകനായതുകൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ പെങ്ങളുടെ മകനായതുകൊണ്ടോ അല്ല, അദ്ദേഹം സാക്ഷാൽ ധർമ്മമൂർത്തി ആയതുകൊണ്ട്. മഹാഭാരതത്തിലെ ഹീറോ സ്ഥാനത്ത് യുധിഷ്ഠിരനെയാണ്
വ്യാസൻ സങ്കല്പിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ നായകൻ യുധിഷ്ഠിരനാണ്. അദ്ദേഹത്തിലൂടെയാണ് ഭഗവാൻ ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നത്. ഭഗവാൻ അവിടെ നിഴല് പോലെ പുറകിലേ ഉള്ളൂ. യുധിഷ്ഠിരനെ മുൻനിർത്തിയിട്ടാണ് ഭഗവാന്റെ ഇവിടുത്തെ ലീല. അപ്പം ഇങ്ങനെ ഭഗവാൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറയണമെന്നുണ്ട്. പറഞ്ഞാൽ വിഡ്ഢിത്തമാവുമോ എന്നുള്ള ബോധവുമുണ്ട്. എങ്കിലും പറയാതിരിക്കാനാവുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. ഭഗവാന്റെ ആ ഒരു മഹിമയെക്കുറിച്ച് സൂചിപ്പിച്ചു. ശ്രീശുക ഉവാച ഇത്യുക്ത്വാ യജ്ഞിയേ കാലേ വവ്രേ യുക്താൻ സർത്വിജഃ കൃഷ്ണാനുമോദിതഃ പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ. ശ്രീശുക ഉവാച ഇത്യുക്ത്വാ യജ്ഞിയേ കാലേ വവ്രേ യുക്താൻ സർത്വിജഃ കൃഷ്ണാനുമോദിതഃ പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ. ഇതി ഉക്ത്വാ, ഇപ്രകാരം പറഞ്ഞിട്ട്, ഭഗവാനെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട്, യജ്ഞിയേ കാലേ, യജ്ഞിയം എന്ന് പറഞ്ഞാൽ യജ്ഞം ആരംഭിക്കേണ്ട, യജ്ഞം ചെയ്യേണ്ട കാലം, യജ്ഞത്തെ സംബന്ധിച്ച ഉത്തമമായ കാലം. അപ്പം അതിനുള്ള മുഹൂർത്തം വന്നു ചേർന്നു. വസന്തകാലത്താണ് നല്ല യജ്ഞങ്ങളെല്ലാം നടത്തുക. അപ്പം അങ്ങനെയുള്ള വസന്ത ഋതുവിൽ ഉത്തമമായിട്ടുള്ള മുഹൂർത്തത്തിൽ കർമ്മങ്ങൾ ആരംഭിക്കുവാനായിക്കൊണ്ട് ഭഗവാൻ പ്രേരിപ്പിച്ചു. അതാണ് കൃഷ്ണാനുമോദിത. കൃഷ്ണനാൽ അനുമോദിപ്പിക്കപ്പെട്ടവൻ, പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള ഭഗവാൻ, സഹ പാർത്ഥഃ, ആർ യുധിഷ്ഠിരൻ, പ്രതാപുത്രനായ യുധിഷ്ഠിരൻ, യുക്താൻ ബ്രഹ്മവാദിനഃ, യോഗ്യന്മാരായിരിക്കുന്ന വേദങ്ങൾ നന്നായി പറയുന്ന വേദജ്ഞന്മാരായ പണ്ഡിതന്മാരെ, ഋത്വിജഃ ബ്രാഹ്മണാൻ വവ്രേ, ഋത്വിക്കുകളായ ബ്രാഹ്മണന്മാരായി വരിച്ചു. അപ്പോൾ യോഗ്യരായിട്ടുള്ള പക്വതയുള്ളവരായ വേദമന്ത്രങ്ങളെല്ലാം നന്നായി ചൊല്ലുന്നവരായ വേദജ്ഞന്മാരായ ബ്രാഹ്മണരെ ഋത്വിക്കുകളായി വരിച്ചു എന്നർത്ഥം. ബ്രാഹ്മണാൻ ഋത്വിജഃ വവ്രേ, ഋത്വിക്കുകളായി വരിച്ചു. അതിൽ ആരൊക്കെയാണ് യാഗത്തിൽ വന്നു ചേരുന്ന മഹർഷിമാര് എന്നൊക്കെ എടുത്തു പറയുകയാണ്. പിന്നെ ദ്വൈപായനോ ഭരദ്വാജഃ സുമന്തുർഗൗതമോസിതഃ വസിഷ്ഠഃ ച്യവനഃ കണ്വോ മൈത്രേയഃ കവശഃ ത്രിതഃ വിശ്വാമിത്രോ വാമദേവഃ സുമതിഃ ജൈമിനിഃ ക്രതുഃ പൈലഃ പരാശരോ ഗർഗോ വൈശമ്പായന ഏവ ച അഥർവ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരിഃ വിധിഹോത്രോ മധുച്ഛന്ദാ വീരസേനോ അകൃതവ്രണഃ ഉപഹൂതാസ്തദാ ചാന്യേ ദ്രോണ ഭീഷ്മ കൃപാദയഃ ധൃതരാഷ്ട്രഃ സഹസുതഃ വിദുരശ്ച മഹാമതിഃ. ഇവരെല്ലാം ഉപഹൂതാഹ എന്നാണ്. ഉപഹൂതാഹ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ക്ഷണിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഈ യാഗത്തിൽ പങ്കെടുക്കാനായിക്കൊണ്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അവരുടെ പേരുകളാണ് ഇവിടെ. ആരൊക്കെയാണ്? ദ്വൈപായനഃ, ദ്വൈപായനൻ വേദവ്യാസൻ, അതുപോലെ ഭരദ്വാജഃ, ഭരദ്വാജ ഋഷി, സുമന്തു, സുമന്തു, ഗൗതമൻ, അസിതൻ, വസിഷ്ഠൻ, ച്യവനൻ, കണ്വൻ, മൈത്രേയൻ, കവശൻ, ത്രിതൻ, വിശ്വാമിത്രൻ, വാമദേവൻ, സുമതി, ജൈമിനി, ക്രതു, പൈലൻ, പരാശരൻ, ഗർഗൻ, വൈശമ്പായനൻ, അഥർവ, കശ്യപൻ, ധൗമ്യൻ. ഇവിടെ രാമോ ഭാർഗവ എന്ന് ഒന്നിച്ചെടുക്കണം. ഏതാ രാമോ ഭാർഗവ? ഭാർഗവ രാമഃ, ഭാർഗവരാമൻ, അത് വെച്ചാൽ പരശുരാമൻ. അതുപോലെ ആസുരി എന്ന മഹർഷി, വീതിഹോത്രൻ എന്ന ഋഷി, മധുഛന്ദസ് എന്ന ഋഷി, വീരസേനൻ എന്ന ഋഷി, അകൃതവ്രണൻ, ഇവരെയൊക്കെ പുരോഹിത കർമ്മങ്ങളിലേക്ക് വരിച്ചു എന്ന് താല്പര്യം. ഋത്വിക്കുകളിൽ ഉപദ്രഷ്ടാവ് എന്നിങ്ങനെ വിവിധ കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് വരിച്ചു. പിന്നീട് ദ്രോണർ, ഭീഷ്മർ, കൃപർ, ധൃതരാഷ്ട്രർ, അദ്ദേഹത്തിന്റെ പുത്രന്മാർ, സഹസുതഃ,
ധൃതരാഷ്ട്രനെ പുത്രന്മാരോടുകൂടി എന്ന് വെച്ചാൽ കൗരവന്മാരോടുകൂടെ ധൃതരാഷ്ട്രനെയും അതുപോലെ തന്നെ മഹാമതിഹി വിദുരശ്ച ഇളയച്ചനായ വിദുരനെയും ബുദ്ധിമാനായ വിദുരനെയും ഈ യാഗത്തിൽ പങ്കെടുക്കാനായിക്കൊണ്ട് ക്ഷണിച്ചു. അപ്പൊ മുകളിൽ പറഞ്ഞ 3 ശ്ലോകങ്ങളിൽ ഋത്വിക്കുകളുടെ സ്ഥാനത്തേക്ക് വന്ന ഋഷീശ്വരന്മാരാണ്. പിന്നീട് പറഞ്ഞത് 10ാം ശ്ലോകത്തിൽ പറഞ്ഞത് ധൃതരാഷ്ട്രനും ദ്രോണ ഭീഷ്മാദി കൃപാദികളും വിദുര മഹാശയനും യാഗത്തിൽ പങ്കാളികൾ ആവാൻ പങ്കെടുക്കാനായിക്കൊണ്ട് വന്നു ചേർന്നു, അല്ലെങ്കിൽ ഇവരെയൊക്കെ വേണ്ട വിധം ക്ഷണിച്ചു എന്ന് താല്പര്യം. ദ്വൈപായനോ ഭരദ്വാജഃ സുമന്തുർഗൗതമോസിതഃ വസിഷ്ഠശ്ചവനകണ്ണോ മൈത്രേയ കവശഃ ത്രിദഃ വിശ്വാമിത്രോ വാമദേവഃ സുമതിഃ ജൈമിനിഃ ക്രതുഃ പൈലഃ പരാശരോ ഗർഗോ വൈശംപായന ഏവ ച അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരിഃ വീതിഹോത്രോ മധുച്ഛന്ദാ വീരസേനോ അകൃതവ്രണഃ ഉപഹൂതാസ്തദാ ചാന്യേ ദ്രോണഭീഷ്മകൃപാദയഃ ധൃതരാഷ്ട്രസഹസുതോ വിദുരശ്ച മഹാമതിഃ. അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ വേദജ്ഞന്മാരാണ്. ദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ 4 വേദങ്ങളെയും അല്ലേ സമാഹരിച്ച് ലിഖിത രൂപത്തിൽ എഴുതി വ്യസിച്ചവനാണ് വേദവ്യാസൻ. അദ്ദേഹത്തിന്റെ 4 ശിഷ്യന്മാര് 4 വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്. അതാണ് സുമന്തു, അതുപോലെ ജൈമിനി, പൈലൻ, വൈശംപായനൻ. ഇവർ 4 പേരും 4 വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒട്ടും ശാഖകളൊന്നും നഷ്ടപ്പെടാതെ വ്യാസനിൽ നിന്ന് ഡയറക്റ്റ് ഈ 4 വേദങ്ങളെ സ്വീകരിച്ച അവർ തന്നെ പുരോഹിതന്മാരായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു കുറവും ഉണ്ടാവില്ല. അതേപോലെ തത്തുല്യന്മാരായിട്ടുള്ള മറ്റ് മഹർഷീശ്വരന്മാരും അവിടെയുണ്ട്. വ്യാസന്റെ അച്ഛനായ പരാശരനും മുതുമുത്തച്ഛനായ വസിഷ്ഠനും അച്ഛന്റെ സഹപാഠിയായ മൈത്രേയ മഹർഷിയും അങ്ങനെയുള്ള എത്രയോ മഹാത്മാക്കളൊക്കെ നിറഞ്ഞ സദസ്സ് എല്ലാവരും ഉണ്ട് എന്ന് പറയാം. ഇവരൊക്കെ ഉണ്ട് എന്ന് പ്രത്യേകം എണ്ണി പറയുന്നത് എന്തിനാ? ഇനി ഇവരൊക്കെ ഇരിക്കേ ആരെയാണ് അഗ്രാസന പൂജ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ. അല്ലാതെ എന്താ പറയുക, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞിട്ടല്ല ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. എല്ലാവരും നല്ല മൂക്കുള്ളവർ തന്നെയായിരുന്നു. അതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ മൂക്കുള്ളതാണ് ഭഗവാൻ അവിടെ അഭിഷേകം ചെയ്യപ്പെടുന്നത്. ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാഃ ശൂദ്രാഃ യജ്ഞദിദൃക്ഷവഃ തത്രേയുഃ സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപ. ബ്രാഹ്മണാഃ ക്ഷത്രിയാ വൈശ്യാഃ ശൂദ്രാ യജ്ഞദിദൃക്ഷവഃ തത്രേയുഃ സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപ. ഹേ നൃപ, പരീക്ഷിത് രാജാവേ, കേൾക്കൂ അങ്ങയുടെ പിതാമഹന്മാർ ചെയ്ത രാജസൂയ യാഗത്തെക്കുറിച്ച്. ആ കാലത്ത് യജ്ഞദിദൃക്ഷവഃ, യജ്ഞം ദ്രഷ്ടുമിച്ചു, ദിദൃക്ഷു, അങ്ങനെയുള്ള യജ്ഞം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, കാണാൻ ആഗ്രഹിച്ചവർ. എന്നുവെച്ചാൽ രാജസൂയയാഗം കാണുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എത്ര ആയുസ്സുകൾ കഴിയുമ്പോഴാണ് സാധിക്കുക എന്നറിയില്ല. ആർക്കും സാധിച്ചിട്ടില്ല. എത്രയോ കാലം മുമ്പ് വരുണനും അതുപോലെ ചന്ദ്രനും രാജസൂയയാഗം നടത്തിയിട്ടുണ്ട് എന്ന് എവിടെയോ പുരാണങ്ങളിൽ പറയുന്നു. അല്ലാതെ ഭൂമിയിൽ മറ്റ് രാജാക്കന്മാരാരും ഇതുവരെ മുമ്പും രാജസൂയം നടത്തിയിട്ടില്ല, അതിനുശേഷവും നടത്തിയിട്ടില്ല. അപ്പോൾ അപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ രാജസൂയം. അത് കാണാൻ കൊതി എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വന്നു ചേർന്നു ആരൊക്കെ? ചാതുർവർണ്ണ്യത്തിൽപ്പെട്ട എല്ലാവരും. അതാണ് ബ്രാഹ്മണാഃ ക്ഷത്രിയാഃ വൈശ്യാഃ ശൂദ്രാഃ.
4 വർണ്ണത്തിൽപ്പെട്ടവർക്കും അന്ന് യാഗശാലയിൽ വരാനും യജ്ഞം കാണാനും എല്ലാം അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത്, ഇരുളടഞ്ഞ കാലത്ത് അല്ലേ, കേരളത്തിലും മറ്റുമൊക്കെ പല സംഗതികളും ഇല്ലാതെയായി, എല്ലാവർക്കും പ്രവേശനമില്ലാതായി. അതൊക്കെ വന്നു ചേർന്ന അഴുക്കുകളായിരുന്നു, വൈകല്യങ്ങളായിരുന്നു, കൊള്ളരുതായ്മകളായിരുന്നു. ഒരു ഇരുട്ട് ബാധിച്ചൊരു, ഗ്രഹണം ബാധിച്ചൊരു കാലമായിരുന്നു. അത് മാറി വരികയാണിപ്പോൾ അനേക മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ട്. കേരളത്തെയും ഭാരതത്തെയും ശുദ്ധീകരിച്ച, സനാതനധർമ്മത്തിലെ അഴുക്കുകളൊക്കെ നീക്കിയ എത്രയോ മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ട് അതെല്ലാം മാറി വരികയാണ്. അപ്പോൾ ചാതുർവർണ്ണത്തിൽപ്പെട്ടവർക്കും ഈ യജ്ഞം ദർശിക്കുവാനുള്ള അധികാരം, അവകാശം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണാഹ, ക്ഷത്രിയാഹ, വൈശ്യാഹ, ശൂദ്രാഹ, യജ്ഞദിദൃക്ഷവഃ തത്ര ഈയുഹു, തത്ര ഈയുഹു, തത്രേയുഹു. ഈയുഹു എന്ന് പറഞ്ഞാൽ യയായ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു. ഈ ഇണ എന്നുള്ള ധാതു ഗതി എന്നർത്ഥത്തിൽ പ്രാപിക്കുക എന്നർത്ഥം. അവിടെ വന്ന് പ്രാപിച്ചു. തത്ര ഈയുഹു സർവരാജാനോ, എല്ലാ രാജാക്കന്മാരും വന്നു ചേർന്നു. രാജ്ഞാ പ്രകൃതയോ നൃപ, രാജാക്കന്മാരുടെ പ്രകൃതികൾ എന്ന് പറഞ്ഞാൽ മന്ത്രിമാര്, സേനാനായകന്മാര്, അങ്ങനെയുള്ള സാമന്തന്മാരുടെ എല്ലാ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അവരൊക്കെ വന്നു ചേർന്നു. പ്രകൃതികളെല്ലാം വന്നു. എല്ലാവരും തത്ര ഇയുഹു, തത്ര ഗതാഹ, തത്ര പ്രാപ്താഹ. തതസ്തേ ദേവയജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈഃ കൃഷ്ട്വാ തത്ര യദാമുനായം ദീക്ഷയാഞ്ചക്രിരേ നൃപം. തതസ്തേ ദേവയജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈഃ കൃഷ്ട്വാ തത്ര യഥാമുനായം ദീക്ഷയാഞ്ചക്രിരേ നൃപം. തതഃ തേ ബ്രാഹ്മണാഃ, അനന്തരം ആ ഋത്വിക്കുകളായ ബ്രാഹ്മണന്മാർ, യാഗം കർമ്മം ചെയ്യുന്ന പുരോഹിതന്മാർ, സ്വർണലാംഗലൈഃ ദേവയജനം കൃഷ്ട്വാ, സ്വർണലാംഗലം എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കലപ്പ, ലാംഗലം കലപ്പ. ലാംഗലം കലപ്പ, ലാങ്കൂലം വാല്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കേൾക്കുമ്പോൾ ലാങ്കൂലം എന്ന് പറഞ്ഞാൽ വാല്, കുരങ്ങൻ്റെയും മറ്റുമൊക്കെ വാലിനെയാണ് ലാങ്കൂലം എന്ന് പറയുക. ലാംഗലം എന്ന് പറഞ്ഞാൽ കലപ്പ, ഉഴുകുന്ന കൃഷിസ്ഥലം ഉഴാനുള്ളതായിട്ടുള്ള ആയുധം. സ്വർണലാംഗലൈഹി ദേവയജനം കൃഷ്ട്വാ, ദേവയജനം യാഗം ചെയ്യാനുള്ള സ്ഥാനം, യാഗഭൂമിയെ കൃഷ്ട്വാ, കൃഷി ചെയ്തിട്ട്, കൃഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഉഴുക, ആ ലാംഗലം കൊണ്ട് വലിച്ചഴയ്ക്കുക. അങ്ങനെ കൃഷ്ട്വാ ഉഴുതിട്ട് തത്ര യഥാ ആമനായം നൃപം ദീക്ഷയാഞ്ചക്രിരേ, ആ യാഗഭൂമിയിൽ യഥാ ആമനായം, ആമനായം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിധികൾ. അപ്പൊ ശാസ്ത്രവിധികൾ പ്രകാരം നൃപം, ആ രാജാവായ യുധിഷ്ഠിരനെ ദീക്ഷയാഞ്ചക്രിരേ, ദീക്ഷിപ്പിച്ചു. എല്ലാവരും കൂടി അദ്ദേഹത്തെ യജമാനനാക്കി ദീക്ഷ വരിപ്പിച്ചു എന്ന് താല്പര്യം. അപ്പോ യജമാനനായ യുധിഷ്ഠിരൻ ദീക്ഷ വരിച്ചു, യാഗം ആരംഭിക്കുകയാണ്. ഹൈമാ കിലോപകരണാവരുണസ്യ യഥാ പുരാ ഇന്ദ്രാദയോ ലോകപാല വിരിഞ്ച ഭവ സംയുതാഃ സഗണാ സിദ്ധഗന്ധർവാഃ വിദ്യാധരമഹോരഗാഃ മുനയോ യക്ഷരക്ഷാംസി ഖഗ കിന്നരചാരണാഃ രാജാനശ്ച സമാഹൂതാഃ രാജപത്ന്യശ്ച സർവശഃ രാജസൂയം സമീയുസ്തേ രാജ്ഞഃ പാണ്ഡുസുതസ്യ വൈ മേനിരേ കൃഷ്ണഭക്തസ്യ സൂപപന്നം അവിസ്മിതാഃ. ഹൈമാ കിലോപകരണാവരുണസ്യ യഥാ പുരാ ഇന്ദ്രാദയോ ലോകപാല വിരിഞ്ച ഭവ സംയുതാഃ സഗണാ സിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാഃ മുനയോ യക്ഷരക്ഷാംസി ഖഗകിന്നരചാരണാഃ രാജാനശ്ച സമാഹൂതാ രാജപത്ന്യശ്ച സർവശഃ
രാജസൂയം സമീയുസ്തേ രാജ്ഞഃ പാണ്ഡുസുതസ്യ വൈ മേനിരേ കൃഷ്ണഭക്തസ്യ സൂപപന്നം അവിസ്മിതാഃ. അപ്പോ ഹൈമാഹ കില ഉപകരണാഹ, ഉപകരണാഹ ഹൈമാഹ കില. ഈ യാഗത്തിന് ഉപയോഗിച്ച എല്ലാ ഉപകരണങ്ങളും, പാത്രങ്ങള് അല്ലേ, ഹവിസ്സൊക്കെ സംഭരിക്കാനും സമർപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ പാത്രങ്ങള്, സൃക്ക്, സ്രുവം, ചമസം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള യാഗപാത്രങ്ങളുണ്ട്. ആ ഉപകരണങ്ങളൊക്കെ തന്നെ ഹൈമങ്ങളായിരുന്നു, സ്വർണ്ണ നിർമ്മിതങ്ങളായിരുന്നു എന്ന ഐശ്വര്യത്തെ കാണിക്കുകയാണ്. വരുണസ്യ യഥാപുര, പണ്ട് വരുണ ഭഗവാൻ രാജസൂയയാഗം നടത്തിയപ്പോൾ സ്വർണം കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒട്ടും മോശമില്ലായിരുന്നു യുധിഷ്ഠിരന്റെ രാജസൂയത്തിനും സ്വർണങ്ങളെ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ ഇവർക്കൊക്കെ ഇരിക്കാനുള്ള പീഠങ്ങള്, പലകകള് അല്ലേ, ആവണ പലകയൊക്കെ ധാരാളം വേണമല്ലോ പുരോഹിതന്മാർക്കൊക്കെ ഇരിക്കാനായിട്ട്. അതൊക്കെ സ്വർണ്ണ നിർമ്മിതമായിരിക്കാം. അങ്ങനെ എല്ലാം സ്വർണം കൊണ്ടുള്ളത്. ഭാഗ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും ഒന്നും അവിടെ ഇല്ല. ഇല്ലെങ്കിൽ അവരതൊക്കെ ചെമ്പാക്കിയനെ അല്ലേ. അപ്പൊ ഉപകരണാഹ ഹൈമാഹ കില പുരാ വരുണസ്യേത. അതുപോലെ ആരൊക്കെ അവിടെ സമീയുഹു, സമീയുഹു എന്ന് പറഞ്ഞാല് സമ്യക് ഈയുഹു, നന്നായി വന്നു ചേർന്നു. ആരൊക്കെയാ വന്നത്? ഇന്ദ്രാദയ ലോകപാലാഹ, ഇന്ദ്രാദി ലോകപാലന്മാർ. അപ്പോൾ 4 ദിക്കുകളുടെ പാലന്മാർ, അതുപോലെ സൂര്യൻ ചന്ദ്രൻ മുതലായവർ, അതുപോലെ അശ്വിനി ദേവന്മാർ മുതലായവർ, ഇവരൊക്കെ ലോകപാലന്മാരാണ്. 14 ലോകങ്ങളുടെയും പരിപാലകന്മാരായിട്ടുള്ള ആളുകളും. വിരിഞ്ച ഭവ സംയുതാഹ, ഇവരാരുടെ കൂടെയാ വന്ന്? വിരിഞ്ചന്റെയും ഭവന്റെയും കൂടെ ചേർന്ന്. വിരിഞ്ചൻ ബ്രഹ്മദേവൻ, ഭവൻ മഹാദേവൻ. അപ്പൊ ഇവരൊക്കെ വന്നിട്ടുണ്ട്. ബ്രഹ്മദേവനും മഹാദേവനും ഇന്ദ്രാദി ലോകപാലന്മാരും എല്ലാം തികഞ്ഞ സദസ്സാണ് യുധിഷ്ഠിരന്റെ രാജസൂയ സദസ്സ്. ഈ സദസ്സിലാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെ തെരഞ്ഞത്. ആർക്കും സംശയമില്ലാതെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ തെരഞ്ഞെടുത്തതാരെയാ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അല്ലേ. ആ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എല്ലാവരാലും സമ്മതമായി അഗ്രാസനത്തിൽ പൂജിക്കപ്പെട്ടത്. അപ്പൊ അത് ഓർമ്മ വെക്കണം. ഇവരൊക്കെ വന്നിട്ടുണ്ട്, ഇവരൊക്കെയുള്ള സദസ്സിലാണ് കൃഷ്ണനെ പൂജിച്ചത് എന്ന് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേരൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. വിരിഞ്ച ഭവ സംയുതാഹ സഗണാ സിദ്ധഗന്ധർവാഹ, സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ അവരുടെ ഗണങ്ങളോടുകൂടെ, അവരുടെ പ്രധാനികളായിട്ടുള്ള ആളുകളും കൂട്ടങ്ങളും എല്ലാം ഉണ്ട് എന്നർത്ഥം. സിദ്ധഗന്ധർവന്മാര്, വിദ്യാധര മഹോരകാഹ, വിദ്യാധരന്മാര്, മഹാ ഉരകങ്ങൾ, ഉരകന്മാരെന്ന് പറയുന്ന വിഭാഗം എല്ലാം ദേവവർഗത്തിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം അവരുടെ ഗണങ്ങളോടുകൂടി വന്നു. മുനയ, പലതരത്തിലുള്ള മുനികൾ അവിടെ വന്നു ചേർന്നു. യക്ഷരക്ഷാംസി, യക്ഷന്മാര്, രക്ഷസുകൾ, കുബേരന്റെ കീഴിലുള്ളവരാണ് ഇവരെല്ലാം. ഖഗ കിന്നര ചാരണാഹ, ഖഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശചാരികൾ, പക്ഷികൾ എന്നൊക്കെ അർത്ഥം. ഇപ്പൊ ഗരുഡൻ മുതലായിട്ടുള്ള പക്ഷികള്, കിന്നരന്മാര്, ചാരണന്മാര് ഇതൊക്കെ ദേവവർഗത്തിൽപ്പെട്ടവരാണ്. അവരൊക്കെ വന്നു ചേർന്നു. രാജാനശ്ച സമാഹൂത രാജപത്ന്യശ്ച സർവശഃ, എല്ലാ ദിക്കിലെയും രാജാക്കന്മാർ അവരുടെ പത്നിമാരോടുകൂടെ വന്നു ചേർന്നു. എല്ലാ ദിക്കിൽ നിന്നും സർവശഃ സമാഹൂതാഹ, ആഹ്വാനം ചെയ്യപ്പെട്ടവരായിട്ട് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. എല്ലാവരും വന്നു. രാജസൂയം സമീയുസ്തേ തേ, അവരെല്ലാം രാജസൂയത്തെ വന്നു പ്രാപിച്ചു. ആരുടെ രാജസൂയം? പാണ്ഡുസുതസ്യ രാജ്ഞഃ, പാണ്ഡുപുത്രനായ രാജാവിന്റെ ആ രാജസൂയത്തിലേക്ക് എല്ലാവരും വന്നു ചേർന്നു. എന്നിട്ടോ അവരെല്ലാവരും വന്നു ചേർന്നവർ കൃഷ്ണഭക്തസ്യ സൂപപന്നം അവിസ്മിതാഹ മേനിരേ, കൃഷ്ണഭക്തനായിട്ടുള്ള ഈ രാജാവിന്റെ ഈ യജ്ഞം സൂപപന്നം
സൂപപന്നം എന്ന് പറഞ്ഞാൽ സുഷ്ടു ഉപപന്നം, ഏറ്റവും ഉത്തമമായത്, യോഗ്യമായത്, അപ്രോപ്രിയേറ്റ് എന്നും കൂടി അർത്ഥം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ മോശമുള്ളൂ, അപ്രോപ്രിയേറ്റ് അല്ലാതെ ആവുള്ളൂ. ഇപ്പൊ ഇതെല്ലാം പ്രോപ്പറാണ്, വേണ്ടതുപോലെ തന്നെയാണ്. കാരണം എന്താ? കൃഷ്ണഭക്തനാണ് ആള്. കൃഷ്ണഭക്തനായിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മോശമാവുമോ? എന്തെങ്കിലും പാത്രങ്ങൾ സ്വർണത്തിന് പകരം ഇരുമ്പോ ചെമ്പോ വെക്കേണ്ടി വരുമോ? വേറെ ഏതെങ്കിലും ദ്രവ്യങ്ങൾ വേണ്ടി വരുമോ? ഒന്നുമില്ല, എല്ലാം ദ ബെസ്റ്റ്. ആ യാഗത്തിൽ, രാജസൂയ യാഗത്തിൽ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ. അതുകൊണ്ട് കൃഷ്ണഭക്തനായ ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി, ഈ കർമ്മം, ഇതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം പ്രോപ്പർ, ഒരു കുറവുമില്ല, എവ്രിതിങ് ഫൈൻ എന്ന് മേനിരേ എല്ലാവരും കരുതി. അവിസ്മിതാഹ, അവർക്ക് യാതൊരു വിസ്മയവും തോന്നിയില്ല എന്നാ. കാരണം വിസ്മയിക്കേണ്ട കാര്യമില്ല, കാരണം ആരാണ്? കൃഷ്ണഭക്തനാണ്. കൃഷ്ണഭക്തന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നില്ലെങ്കിലാണ് വിസ്മയം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ മഹാത്മ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൃഷ്ണഭക്തനായ അദ്ദേഹത്തിന് കൃഷ്ണന്റെ അനുഗ്രഹം കൂടെ ഉള്ളപ്പോൾ എന്തിന്റെ കുറവ്? എന്തിന് കുറവാക്കണം? എന്തിന് പിശുക്കണം? ഒന്നിനും പിശുക്കൂല്ല, കുറവുമില്ല, എല്ലാം നിറവായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം അപ്രോപ്രിയേറ്റ് എന്ന് കരുതി. സമുചിതം സൂപപന്നം ഇതിമേനിതേ. അയാജയൻ മഹാരാജം യാജകാൽ ദേവവർച്ചസഃ രാജസൂയേന വിധിവത് പ്രാചേദസം ഇവാമരാഃ. അയാജയൻ മഹാരാജം യാജകാ ദേവവർച്ചസഃ രാജസൂയേന വിധിവത് പ്രാചേദസം ഇവാമരാഃ. ദേവവർച്ചസഃ യാജകാഹ. ഇവിടെ യാജകാഹ എന്നുള്ള ജകാരം ശ്രദ്ധിക്കണം, ചകാരമല്ല. യാചകന്മാരല്ല. യാചകന്മാരെന്നാൽ യാചിക്കുന്നവർ. യാചകന്മാരെന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്നവർ, യജിക്കുന്നവർ, യജമാനന് വേണ്ടി പൗരോഹിത്യം നിർവഹിക്കുന്നവർ. അപ്പോ അവര് ദേവവർച്ചസഃ, ദേവന്മാരെ പോലെ കാന്തിയുള്ളവർ, ജ്വലിക്കുന്ന തേജസ്സുള്ളവരായ ബ്രാഹ്മണർ, അങ്ങനെയുള്ള യാചകന്മാർ അഥവാ പുരോഹിതന്മാർ. അമരാഹ പ്രാചേദസം ഇവ മഹാരാജം രാജസൂയേന വിധിവത് അയാചയന്. അമരാഹ ദേവാഹ പ്രാചേദസം ഇവ, വരുണൻ എന്ന പോലെ, വരുണനെ എന്ന പോലെ. അപ്പൊ ദേവന്മാർ എങ്ങനെയാണോ വരുണനെ സന്തോഷിപ്പിച്ചുകൊണ്ട് വരുണന്റെ രാജസൂയയാഗത്തെ ഭംഗിയാക്കി കൊടുത്തത്, അന്ന് വരുണൻ യാഗം ചെയ്യുമ്പോൾ ദേവന്മാര് തന്നെ ഋത്വിക്കുകളായിട്ടും ഇരുന്നിട്ടുണ്ടാവാം. ആ ദേവന്മാർ തന്നെയാണ് ഭൂമിയിൽ ബ്രാഹ്മണ രൂപത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഭൂദേവന്മാർ എന്നവരെ വിളിക്കുന്നത്. ദേവന്മാർ വന്ന് ഭൂമിയിൽ പിറക്കുമ്പോഴാണ് ഭൂസുരർ, ഭൂദേവർ എന്നൊക്കെ പറയുന്നത്. ദേവന്മാർക്ക് നേരിട്ട് തന്നെ റിച്വൽസ് ചെയ്യാം. അപ്പൊ വരുണന്റെ യാഗത്തിൽ ദേവന്മാർ ചെയ്തു കാണും. ഇപ്പോ യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ ഈ ബ്രാഹ്മണർ ചെയ്യുന്നു, യാചകന്മാർ ചെയ്യുന്നു. അവര് അന്ന് ദേവന്മാർ എങ്ങനെ വരുണന്റെ യാഗത്തെ ഗംഭീരമാക്കിയോ അതുപോലെ ഈ മഹാരാജാവായിട്ടുള്ള യുധിഷ്ഠിരന്റെ രാജസൂയേന, രാജസൂയം കൊണ്ട് വിധിവത് അയാചയന്, വിധിപ്രകാരം യജിപ്പിച്ചു. ഒരു കുറവും വരുത്താതെ പൂർണ്ണമാക്കി ആ യാഗം ചെയ്യിപ്പിച്ചു എന്ന് താല്പര്യം. സൗത്യേഹന്യവനീപാലോ യാചകാൻ സദസസ്പതീൻ അപൂജയൻ മഹാഭാഗാൻ യഥാ വത്സു സമാഹിതഃ. സൗത്യേഹന്യവനീപാലോ യാചകാൻ സദസസ്പതീൻ അപൂജയൻ മഹാഭാഗാൻ യഥാ വത്സു സമാഹിതഃ. സൗത്യേ അഹനി, സൂത്യേ അഹനി എന്നും പാഠഭേദമുണ്ട്, രണ്ടും സ്വീകരിക്കാം. സൂത്യം, സൂത്യത്തെ സംബന്ധിച്ചത് സൗത്യം, ഇവിടെ അഹസിനെ വിശേഷിപ്പിക്കുന്നതാണ്. അഹനി എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ, ആ ദിവസത്തിൽ, ആ പകലിൽ എന്നൊക്കെ സൂചിപ്പിക്കണം. അപ്പോൾ ഏത് ദിവസം എന്ന് സൂചിപ്പിക്കാൻ സൂത്യം ചെയ്യുന്ന പകൽ, സൗത്യം, സൂത്യത്തെ സംബന്ധിച്ച പകൽ. സൗത്യേ അഹനി,
ആ സൗത്യേഹനി സോമാഭിഷേകം ചെയ്യുന്ന ദിവസമാണത്. യാഗത്തിൽ 13-ാം ദിവസമായിട്ട് വരും സോമം കൊണ്ട് അഭിഷേകം ചെയ്യുക യജമാനെയും അതുപോലെ ദേവന്മാരെയൊക്കെ. അവനീപാലഃ സുസമാഹിതഃ യഥാവത് യാചകാൻ സദസസ്പതീൻ മഹാഭാഗാൻ അപൂജയത്. അവനീപാലഃ രാജാവായുള്ള യുധിഷ്ഠിരൻ സുസമാഹിതഃ ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിരുത്തിക്കൊണ്ട് വിനയത്തോടു കൂടിയവനായിട്ട് യഥാവത് വിധിപ്രകാരം യാചകാൻ പുരോഹിതന്മാരെയും സദസസ്പതീൻ സദസ്സിലിരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠന്മാരെയും സഭാപതികളെയും മഹാഭാഗാൻ അതുപോലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെയും വൃദ്ധന്മാരായിട്ടുള്ളവരെയും മറ്റും അപൂജയത് പൂജിച്ചു, ബഹുമാനിച്ചു. അപ്പൊ ഇതിൻ്റെ ഒരു അംഗമായിട്ട് ആ പുരോഹിതന്മാർക്ക് ദക്ഷിണാദികളും സമ്മാനങ്ങളും കൊടുത്ത് അവരെ പൂജിക്കുക. അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആളുകളെ, വൃദ്ധന്മാരായിട്ടുള്ള മഹാഭാഗന്മാരെ, ഗുരുക്കന്മാരെ ഒക്കെ പൂജിക്കുന്ന ദിവസവും കൂടിയാണ്. അവരെയൊക്കെ വേണ്ട പോലെ പൂജിച്ചു. സദസ്യാഗ്ര്യാർഹണാർഹം വൈ വിമൃശന്തഃ സഭാസദഃ നാദ്യഗച്ഛൻ അനൈകാന്ത്യാത് സഹദേവസ്തദാ ബ്രവീത്. സദസ്യാഗ്ര്യാർഹണാർഹം വൈ വിമൃശന്തഃ സഭാസദഃ നാദ്യഗച്ഛൻ അനൈകാന്ത്യാത് സഹദേവസ്തദാ ബ്രവീത്. സദസി അഗ്ര്യാർഹണാർഹം. അഗ്ര്യാർഹണാർഹം, അഗ്ര്യാർഹണം എന്ന് പറഞ്ഞാൽ അഗ്ര്യപൂജ, അർഹണം എന്ന് പറഞ്ഞാൽ പൂജ. അഗ്ര്യാർഹണം അഗ്ര്യപൂജ. അഗ്ര്യപൂജ എന്ന് പറഞ്ഞാൽ അഗ്രസ്യ പൂജ, ഏറ്റവും അഗ്ര്യനായ ആളെ പൂജിക്കുക. എവിടെ? സദസി, സദസ്സിൽ വെച്ച്. ആ സദസ്സിൽ വന്നു ചേർന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനെ പൂജിക്കണം. അപ്പൊ സാമാന്യം എല്ലാവരെയും ആദ്യം പൂജിച്ചു. ഇനി അവരിൽ വെച്ച് വിശേഷമായിട്ട് ദ നമ്പർ 1, ദ ബെസ്റ്റ് പേഴ്സണെ തെരഞ്ഞെടുക്കണം. അതാണ് അഗ്ര്യാർഹണ അർഹൻ. അഗ്ര്യാർഹണത്തിന് അർഹനായിട്ടുള്ള ഒരാളെ സഭാസദഃ, ആ സഭയിലുള്ള സദസ്യന്മാരെല്ലാവരും വിമൃശന്തഃ, വിമൃശന്തഃ വിചാരം കുർവന്തഃ, അവര് ചിന്തിക്കുകയാണ്, അന്വേഷിക്കുകയാണ്, വിചാരം ചെയ്യുകയാണ്. ആരെ വേണം നമുക്ക് ഈ അഗ്ര്യാർഹണം ചെയ്യാനായിക്കൊണ്ട്, അഗ്രപൂജ ചെയ്യാൻ ആരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനെന്ന് പരസ്പരം അവരിങ്ങനെ ചർച്ച ചെയ്യണം. അതാണ് വിമൃശന്തഃ സഭാസദഃ നാദ്യഗച്ഛത്, നാദ്യഗച്ഛൻ ബഹുവചനം. അധിഗമിച്ചില്ല, പ്രാപിച്ചില്ല എന്നർത്ഥം. അവർക്ക് അധിഗമിക്കാൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല, എത്തിപ്പെട്ടില്ല, ഉത്തരം കിട്ടിയില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അനൈകാന്ത്യാത്. ഏകാന്തം എന്ന് പറഞ്ഞാൽ അന്തേ ഏകഃ, ഒരാളെ തിരഞ്ഞെടുക്കാൻ ഈസി ആയിട്ടുള്ള അവസ്ഥയാണ് ഏകാന്തം. ഐകാന്ത്യാത് സുലഭം, ഒരാളെ ഉള്ളൂ, ബാക്കിയൊക്കെ സാധാരണക്കാരാണ്, തിരഞ്ഞെടുക്കാൻ ഒരു പ്രയാസവും. പക്ഷെ എല്ലാവരും ഒരേപോലെ പ്രഭാവമുള്ളവരാണെങ്കിലോ ഏകാന്തമല്ല. ന ഏകാന്ത്യാത് അനൈകാന്ത്യാത്. ഒരാളല്ലല്ലോ, എല്ലാവരും പ്രഗത്ഭരാണല്ലോ, അതുകൊണ്ട് അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ന അദ്യഗച്ഛത് തഥാ സഹദേവഃ അബ്രവീത്. ഈ സന്ദർഭത്തിലാണ് എല്ലാവരും ആലോചനാമഗ്നരായിരിക്കുമ്പോൾ, തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹദേവഃ അബ്രവീത്, കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ പാണ്ഡവൻ സഹദേവൻ എഴുന്നേറ്റ് നിന്ന് സഭയിൽ തൻ്റെ അഭിപ്രായം, അത് വളരെ യുക്തിയുക്തം, ഏറ്റവും വിവേകപൂർവമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹദേവ ഉവാച എന്ന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, ചേർത്തിട്ടില്ല പറയുക. അദ്ദേഹം എടുത്തു പറയുകയാണ്, അർഹദിഹ്യച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സത്വതാം പതിഹി യേശ വൈ ദേവതാ സർവാ ദേശകാലധനാദയഃ. അർഹദിഹ്യച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സത്വതാം പതിഹി യേശ വൈ ദേവതാ സർവാഃ ദേശകാലധനാദയഃ. പിന്നെ ഈ 19 മുതൽ 24 വരെയുള്ള 6 ശ്ലോകങ്ങൾ, 19, 20, 21, 22, 23, 24, 6 ശ്ലോകങ്ങള് സഹദേവൻ ഭഗവാനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്.
എന്തുകൊണ്ട് ഭഗവാൻ പൂജ്യൻ, അഗ്രാർഹ പൂജയ്ക്ക് ഏറ്റവും അർഹനായിരിക്കുന്നു? അതിന് പറയുന്ന വാക്കുകൾ മുഴുവൻ ഉപനിഷത് സാരം. ഉപനിഷത്തിൽ പരബ്രഹ്മത്തെ എങ്ങനെ സ്തുതിക്കുന്നുവോ, എങ്ങനെ വർണ്ണിക്കുന്നുവോ, എന്തെല്ലാം വിശേഷണങ്ങൾ കൊണ്ട് പറഞ്ഞു തരുന്നുവോ അതുതന്നെയാണ് സഹദേവൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പല ഉപനിഷത്തുകളിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കേനോപനിഷത്തിൽ ഒരു യക്ഷനെ കാണിച്ചുകൊണ്ട് ഉള്ളൊരു കഥയുണ്ട് അല്ലേ? ഇന്ദ്രനും വായുവും അഗ്നിയും എല്ലാം ആ യക്ഷന്റെ അടുത്ത് ചെന്ന് പരാജയപ്പെടുന്ന കഥ. അപ്പോൾ ആ യക്ഷൻ ആരായിരുന്നു? ആ യക്ഷൻ തന്നെയായിരുന്നു പരബ്രഹ്മം. അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ മുമ്പിൽ വായുവും അഗ്നിയും ഇന്ദ്രനുമെല്ലാം നിസാരന്മാരായി തീരുന്ന കഥ. അതുപോലെ ഇവിടെ ഈ ഭഗവാന്റെ മുമ്പിൽ ഈ പരബ്രഹ്മസ്വരൂപനായ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇവിടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ വെറും വിഭൂതികൾ മാത്രമാണ്, ഭഗവാന്റെ ചെറിയ അംശങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം പൂർണ്ണനാരാണ്, അത് ഭഗവാനാണ് എന്ന് ഈ 6 ശ്ലോകങ്ങളെ കൊണ്ട് സഹദേവൻ സമർത്ഥിക്കുകയാണ്. ഭഗവാൻ സാത്വതാംബതി അച്യുതഃ ശ്രൈഷ്ഠ്യം അർഹതി. ശ്രൈഷ്ഠ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠസ്യ ഭാവം. അപ്പൊ ശ്രേഷ്ഠന്റെ ഭാവം അർഹിക്കുന്നത്, പൂജാർഹനായിരിക്കുന്നത് ആരാൾ? സാത്വതാംബതി, സാത്വതന്മാരുടെ രക്ഷകൻ, ഭക്തന്മാരുടെ രക്ഷകൻ, പരിപാലകൻ. ഇപ്പൊ ഭക്തരക്ഷകനായിരിക്കുന്നവനും ഭഗവാൻ 6 ഗുണങ്ങൾ പരിപൂർണമായിരിക്കുന്നവൻ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ ഗുണങ്ങളെല്ലാം പരിപൂർണയിലിരിക്കുന്നവനും ആയിരിക്കുന്ന അച്യുതൻ, നാശരഹിതനായിരിക്കുന്നവൻ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ ശ്രൈഷ്ഠ്യം അർഹതി, ഏറ്റവും ശ്രേഷ്ഠസ്ഥാനത്തെ അർഹിക്കുന്നു. കാരണം എന്താ? ഏഷഃ വൈ ദേശകാലധനാദയഃ സർവാഃ ദേവതാഃ. ഇവൻ തന്നെയാണ് ദേശമായിരിക്കുന്നതും കാലമായിരിക്കുന്നതും ധനാദികളായിരിക്കുന്നതും. അവൻ തന്നെയാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. സ്വയം ചിന്തിച്ചു, സ്വയം സങ്കല്പിച്ചു, താൻ തന്നെ പലതാവട്ടെ എന്ന്. അങ്ങനെ ഈ പ്രപഞ്ചമാകുന്ന വസ്ത്രം, അതിൽ പല ചിത്രപ്പണികൾ, അതിൻ്റെ ഊടും പാവുമായിരിക്കുന്നതൊക്കെ ഇവൻ തന്നെയാണ്. അപ്പോൾ ഏഷവൈ ദേശകാലധനാദയഃ, ദേശം, കാലം, ധനം മുതലായതെല്ലാം ഇവൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട്, അവൻ തന്നെയാണ്. സർവാഹ ദേവതാഹ, അതിൻ്റെ ദേവതകളായി തീർന്നിരിക്കുന്നതും അവൻ തന്നെയാണ്. തൃതീയ സ്കന്ധത്തിൽ ബ്രഹ്മദേവനിൽ മറ്റു ഭഗവാനിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത് എന്നൊക്കെ ഓർമ്മിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ദ്രവ്യങ്ങളും ദേവതകളും 24 തത്വങ്ങളൊക്കെ തന്നെ അവനിൽ നിന്നുണ്ടായതാണ്. ഇവൻ തന്നെയാണ് എല്ലാറ്റിനും അധിഷ്ഠാനം, ഇവൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും പരമകാരണം. ഇവനെ അധിഷ്ഠാനമാക്കിയിട്ടാണ് ദേവതകളൊക്കെ നിലനിൽക്കുന്നത്, ഇവനെ അധിഷ്ഠാനമാക്കിയിട്ടാണ് ദേശവും കാലവും ധനാദികളൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അധിഷ്ഠാനഭൂതനായ, ആശ്രയഭൂതനായ, പരമകാരണഭൂതനായ ഇവനെയല്ലേ പൂജിക്കേണ്ടത്. യഥാത്മകമിതം വിശ്വം ക്രതവശ്ച യഥാത്മകാഃ അഗ്നിരാഹുതയോ മന്ത്രാഃ സാഖ്യം യോഗശ്ച യത്പരഃ. യഥാത്മകമിദം വിശ്വം ക്രതവശ്ച യഥാത്മകാഃ അഗ്നിരാഹുതയോ മന്ത്രാഃ സാഖ്യം യോഗശ്ച യത്പരഃ. ഇദം വിശ്വം യഥാത്മകം,
ഈ കാണുന്ന നാനാത്വ പ്രപഞ്ചം, ഈ വിവിധ പ്രത്യയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ ജഗത്ത്, ഈ വിശ്വം, യഥാത്മകം, യാതൊരുവനാണോ ഇതിന്റെ ആത്മാ അഥവാ ഇതിന്റെ സത്യം, ഇതിന്റെ സ്വരൂപം. എല്ലാ ആഭരണങ്ങളും സ്വർണാഭരണങ്ങളാണെങ്കിൽ അവയുടെയൊക്കെ ആത്മാ സ്വർണമായിരിക്കുന്നത് പോലെ, മൺപാത്രങ്ങളുടെ എല്ലാം ആത്മാ മണ്ണായിരിക്കുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാ ഇതിന്റെ മെറ്റീരിയൽ കോസ്, ഈ വിശ്വത്തിന്റെ മെറ്റീരിയൽ കോസ് അവൻ തന്നെയാണ്. ഈ വിശ്വത്തിന്റെ ഉപാദാന കാരണം ഇവൻ തന്നെയാണ്. അതുപോലെ ക്രതവശ്ചയതാത്മകാഹ, ക്രതുക്കൾ അഥവാ യാഗങ്ങളെല്ലാം ഏതൊരുത്തനാകുന്ന സത്യത്തോടു കൂടിയതാണ്. ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ഈശ്വരനാൽ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള മാർഗങ്ങളാണ് യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും എല്ലാം. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചത് തന്നെയാണ് ഈ ക്രതുക്കൾ അഥവാ യാഗങ്ങളെല്ലാം. അഗ്നി ആഹുതയ മന്ത്രാഹ സാങ്ക്യം യോഗ യത്പരഃ. അപ്പോ അഗ്നി, യാഗത്തിൽ ഉപയോഗിക്കുന്ന അഗ്നിയാകട്ടെ, ആഹൂതികൾ മന്ത്രങ്ങളും ദ്രവ്യങ്ങളും, അതുപോലെ തന്നെ മന്ത്രാഹ, അതിലുപയോഗിക്കുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ അവൻ തന്നെയാണ്. യത്പരഃ, ഇവനെ ഉദ്ദേശിച്ച് തന്നെയുള്ളതാണ്, ഇവനെ പ്രാപിക്കാനുള്ളത്, ഇവനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. സാഖ്യം യോഗ ച, സാഖ്യമെന്നാൽ ജ്ഞാനമാർഗം, യോഗമെന്നാൽ കർമ്മമാർഗം അഥവാ പ്രവൃത്തിയും നിവൃത്തിയും എല്ലാം അവനെ പ്രാപിക്കാനുള്ളതാണ്, അവനാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാം അവന്റെ ആരാധനയാണ്. പ്രവൃത്തിയും ഭഗവാനുള്ള ആരാധന, നിവൃത്തിയും ഭഗവാനുള്ള ആരാധന. അപ്പോൾ സാഖ്യം യോഗം അഥവാ പ്രവൃത്തിയും നിവൃത്തിയും ഈശ്വര പരം തന്നെയാണ്. തത്പരഃ യത്പരഃ. ഏകയേവാദ്വിതീയോ അസൗ വൈ ഏതദാത്മ്യമിദം ജഗത് ആത്മനാത്മാശ്രയഃ സഭ്യാഃ സൃജതി അവദിഹന്ത്യജഃ. ഇനി ഇതിനെ ഇതുവരെ 2 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞ ആശയങ്ങളെ കൂടുതൽ വിസ്തരിക്കുകയാണ്. അടുത്ത 4 ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് വൈകുന്നേരം ഒഴിവുണ്ടെങ്കിൽ കാണാം. വൈകുന്നേരം നോക്കാം. വൈകുന്നേരം 6:30 നാരായണ. തുടർന്ന് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. വൈകുന്നേരം നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.